പരിശുദ്ധമായ റജബ് 27-ാം രാവ് നമ്മളിലേക്ക് ഇതാ ആഗതമാവുകയാണ്. മിഅ്റാജ് രാവ് എന്നും നമുക്കിതിന് പറയാം. ഈ മിഅ്റാജ് രാവിലും പകലിലും എന്തൊക്കെ അത്ഭുതങ്ങളാണ് ലോകത്ത് നടന്നത്, നമുക്കൊന്ന് വിശദമായി ആ ചരിത്രങ്ങൾ കേൾക്കാം. പരിശുദ്ധമായ മിഅ്റാജ് രാവ് അഥവാ റജബ് 27-ന്റെ രാവിലും പകലിലും ഒരു മുസൽമാൻ അറിഞ്ഞിരിക്കേണ്ട, അവൻ ജീവിതത്തിൽ ചെയ്യേണ്ട, പറയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ വാഹനങ്ങൾക്ക് പേരിടാറുണ്ട് ബുറാക്ക് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് പോയത് ബുറാക്ക് എന്ന് പറയുന്ന വാഹനത്തിലാണ്. ആ വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാം, കേട്ടു നോക്കൂ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയുടെ ഉമ്മത്തീങ്ങളാകുന്ന നമുക്ക് ഒരു സമ്മാനം കൊടുത്തു വിട്ടിരുന്നു മിഅ്റാജിൻ്റെ രാത്രിയിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കയ്യിൽ. എന്താണ് ആ സമ്മാനം എന്നറിയോ? മിഅ്റാജിൻ്റെ നോമ്പ് നമ്മൾ ചെറുപ്പം മുതലേ പിടിച്ചു വരുന്ന നോമ്പാണ്. ആ നോമ്പ് പിടിച്ചാൽ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലമാണ്. നമുക്കൊന്ന് കേൾക്കാം. മിഅ്റാജ് രാവിൻ്റെ പകലിലും അന്നത്തെ ദിവസത്തിലും ചെയ്യേണ്ട, പറയേണ്ട ഒരു കൂട്ടം ദുആകൾ, ദിക്റുകൾ, തസ്ബീഹുകൾ, ഒരു കൂട്ടം അമലുകൾ എല്ലാം അടങ്ങുന്ന ഈ വീഡിയോ അവസാനം വരെ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇനി നമ്മളിലേക്ക് കടന്നു വരാനുള്ളത് റജബ് 27 മിഅ്റാജ് ദിനം. മിഅ്റാജ് ദിനം, ആ മിഅ്റാജ് ദിനം അഥവാ റജബ് 27-ന്റെ രാവും പകലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തെ ഈ സംസാരത്തിൽ നമ്മൾ പറയുന്നത്. ഈ വർഷത്തെ 2024-ലെ പരിശുദ്ധമായ റജബ് മാസത്തിലെ മിഅ്റാജ് രാവ് അല്ലെങ്കിൽ റജബ് 27-ന്റെ രാവ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ബുധനാഴ്ച മഗ്രിബോട് കൂടി മിഅ്റാജ് രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വ്യാഴാഴ്ച പകലാണ് നമുക്ക് മിഅ്റാജ് ദിനം. അന്നാണ് ആ വ്യാഴാഴ്ച പകൽ നമ്മൾ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്നാണ് റജബ് 27 രാവ്, മിഅ്റാജ് രാവ് എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ്, ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത്. റജബ് 27-ാം രാവ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അത് തന്നെയാണ് മിഅ്റാജിൻ്റെ രാവ്, അതായത് 26-ാം ദിവസത്തിൻ്റെ രാത്രി, അതായത് 27-ന്റെ ആ പകലിന് മുമ്പുള്ള ആ രാത്രി. ആ ഒരു സമയത്താണ് ലോകത്ത് അത്ഭുതത്തിൽപ്പെട്ട ഏറ്റവും വലിയ അത്ഭുതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിർഭരമായ സന്ദർഭം ഇസ്റാ മിഅ്റാജ്, അത് സംഭവിച്ചത് ആ രാത്രിയിലാണ്. ഇൻഷാ അല്ലാഹ് അതെന്താണെന്ന് നമുക്ക് ശേഷം വിശദീകരിച്ച് പറയാം. അപ്പോൾ റജബ് 27-ന്റെ രാവെന്ന് പറഞ്ഞാലും മിഅ്റാജിൻ്റെ രാവെന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്, അത് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ശേഷം വിശദമായിട്ട് സംസാരിക്കാം. ഇവിടെ നമുക്ക് മഹാന്മാർ പറഞ്ഞു തരുന്നു, ഒരു മുസൽമാന്, ഒരു മനുഷ്യന് ഈ ലോകത്തിലും പരലോകത്തിലും അള്ളാഹുവിനെ കാണാൻ പറ്റുക എന്നുള്ള ആ വലിയ സൗഭാഗ്യം കിട്ടലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭ മുഹൂർത്തം. മഹാന്മാരായ ഉലമാക്കളൊക്കെ അവരുടെ ബൈത്തിലൂടെ ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട്. എന്തെന്നറിയോ? അല്ലാഹുവേ, നരകത്തിൽ പ്രവേശിച്ചാൽ നിന്നെ കാണാൻ പറ്റും, സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, എങ്കിലും സ്വർഗത്തിൽ നിന്നെ കാണാൻ പറ്റില്ല എന്ന ഒരു സന്ദർഭം വന്നാൽ നിന്നെ കാണുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും നരകത്തിലേക്ക് വരും അല്ലാഹുവേ. അതായത് അള്ളാഹുവിനെ കാണുക എന്നതാണ് ലോകത്ത് അവൻ്റെ ജീവിതത്തിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അസുലഭ മുഹൂർത്തം, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹം ലോകത്ത് അല്ലാഹു തആല ഒരേ ഒരാൾക്കേ കൊടുത്തിട്ടുള്ളൂ, അത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതെപ്പോഴാണ് കൊടുത്തത്? റജബ് 27-ന്റെ രാവിനാണ്. അതായത്
നാളെ മഗ്രിബ് തൊട്ട് സുബഹി വരെയുള്ള ആ ഒരു സമയത്തിലായിരുന്നു ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു റജബ് 27 രാവിലായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് ഇസ്റാ മിഅ്റാജ് പോയത്, അഥവാ അള്ളാഹുവിനെ കണ്ടത്. അള്ളാഹുവിനെ കാണുക എന്നുള്ളത് സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. പക്ഷെ സ്വർഗത്തിൽ കടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് സ്വർഗത്തിൽ അവൻ എത്ര ഭക്ഷണം കഴിച്ചാലും, അതുപോലെ എത്ര തന്നെ കിടന്നുറങ്ങിയാലും, എത്ര തന്നെ അവൻ്റെ ഭാര്യമാരോട് സംസാരിച്ചിരുന്നാലും അവനിക്ക് കിട്ടാത്ത രസവും സുഖവും അനുഭൂതിയും സ്വർഗത്തിൽ ഒരു മനുഷ്യന് അള്ളാനെ കാണുന്ന സമയത്ത് കിട്ടുമെന്നാണ് അള്ളാന്റെ റസൂല് പറയുകയാണ്. സ്വർഗത്തിൽ കടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കാണലാണ്. ആ അള്ളാനെ കാണാനാണ് നമ്മുടെ നേതാവ്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജ് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജ് പോയിട്ട് തിരിച്ച് മക്കയിലേക്ക് വന്നു. എന്നിട്ട് സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബിമാരെ, റഅയ്തു ബിഐനയ്യ, ഞാൻ അല്ലാഹുവിനെ കണ്ടു, എൻ്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് അല്ലാഹനെ ഞാൻ കണ്ടു സ്വഹാബത്തെ. അപ്പൊ സ്വഹാബിമാര് ചോദിച്ചു, നബിയേ, എങ്ങനെയാണ് അല്ലാഹുവിൻ്റെ രൂപം, അല്ലാഹുവിൻ്റെ കോലം എങ്ങനെയാണ്, അല്ലാഹുവിൻ്റെ രൂപം എങ്ങനെയാണ്, ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരുമോ? ആ സമയത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബിമാരെ, അല്ലാഹുവിൻ്റെ രൂപം എങ്ങനെയാണ്, കോലം എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് സ്വർഗത്തിലെ ഒരു പഴം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ദുന്യാവിലെ ഇന്ന പഴം പോലെയാണ് എന്ന് പറഞ്ഞു തരും. സ്വർഗത്തിലെ വീട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദുന്യാവിലെ ഇന്ന വീട് പോലെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ അള്ളാനെ കാണുക, അല്ലാഹു തആല എങ്ങനെയാണെന്ന് ദുന്യാവിലെ ഒരു വസ്തുവിനോടും എനിക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇനി എന്താണ് ഇസ്റാ, എന്താണ് മിഅ്റാജ്, നമുക്കൊന്ന് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ആമുൽ ഹുസ്ൻ എന്ന് പറയുന്ന ഒരു വർഷമുണ്ടായി, അതായത് ദുഃഖത്തിൻ്റെ ഒരു വർഷം. ആ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ 3 വലിയ പ്രയാസങ്ങൾ ഉണ്ടായി എന്നാണ്. ഒന്ന്, തൻ്റെ താങ്ങും തണലുമാകുന്ന ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്തായി. നബിതങ്ങൾക്ക് ഭയങ്കര വിഷമമായി. രണ്ടാമത്തേത്, നബിതങ്ങളുടെ ഏറ്റവും വലിയ സഹായിയായിരുന്ന, നബിതങ്ങളോട് എപ്പോഴും സ്നേഹവും വാത്സല്യവും ഒരു കരുതലും ഉണ്ടായിരുന്ന, നബിതങ്ങളോട് എപ്പോഴും സ്നേഹവാത്സല്യങ്ങളെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മൂത്താപ്പയോ കൊച്ചാപ്പയോ ആകുന്ന അബൂ ത്വാലിബ് മരണപ്പെട്ടു. ആ വിഷമം. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയാകുന്ന ആമിന ബീവിയുടെ നാടാകുന്ന ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്. ഉമ്മയുടെ നാടാണ്. എന്തിന്? പരിശുദ്ധമായ ദീനിലേക്ക് തൻ്റെ മാമമാരെ, തൻ്റെ എളാപ്പമാരെ, തൻ്റെ ബന്ധുമിത്രാദികളെ ക്ഷണിക്കാൻ. നബി തങ്ങൾ അവിടെ ചെന്നപ്പോൾ വലിയ തിക്താനുഭവമാണ് ഉണ്ടായത്. എല്ലാവരും കല്ലെറിഞ്ഞ് ഓട്ടിച്ചു, പരിഹസിച്ചു. നബി തങ്ങൾ ഭയങ്കര വിഷമത്തോടു കൂടി വന്നു. അപ്പം ഈ 3 പ്രയാസങ്ങൾ നബി തങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആ പ്രയാസങ്ങളൊന്നും മറക്കാൻ, ആ പ്രയാസങ്ങൾക്ക് ശേഷം ഒരു സന്തോഷമുണ്ട് നബിയെ എന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ? അള്ളാനെ കാണാൻ നബിതങ്ങളെ കൊണ്ടുപോയി. ഇനി പറഞ്ഞു തരാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉറങ്ങിക്കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. മക്കയിൽ വന്നു. എന്നിട്ട് നബി തങ്ങളെ വിളിച്ചിട്ട് ഉണർത്തി. എന്നിട്ട് പറഞ്ഞു, നബിയെ, നമുക്കൊരു യാത്ര പോവാനുണ്ട്. അള്ളാഹിൻ്റെ റസൂലുമായിട്ട് മക്കയിൽ നിന്നും പോകുന്നു. എങ്ങോട്ട്? ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയാണ്. എങ്ങനെയാ പോകുന്നത്? ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തിലാണ് പോകുന്നത്. ബുറാഖ് എന്ന് പറഞ്ഞ വാഹനം അതൊരു മൃഗമാണ്. അതിൻ്റെ കോലവും രൂപവും ഒക്കെ കിതാബിൽ കാണുവാൻ സാധിക്കും. കുതിരയുടെ മുഖമാണ്, അതുപോലെ ഒട്ടകത്തിൻ്റെ ഉടലാണ്. അങ്ങനെ പല പല ഹദീസുകളിലും പല ഉലമാക്കളും പല രൂപമാണ് അതിന് പറയുന്നത്. അതിൻ്റെ വേഗതയെപ്പറ്റി പറയുന്നത് അത് ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു കാല് വെച്ചാൽ അടുത്ത കാലത് വെക്കുന്നത് അതിൻ്റെ കണ്ണിൻ്റെ നോട്ടം എവിടെയാണോ ചെന്ന് പതിക്കുന്നത് അവിടെയാണ് അടുത്ത കാല് വെക്കുക. പിന്നെയും നോക്കും
ദൂരേക്ക്. ആ കാഴ്ച എവിടെയാണോ ചെന്നെത്തുന്നത് അവിടെയായിരിക്കും അടുത്ത കാലം. അങ്ങനെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ്. സ്വർഗാവകാശികളെല്ലാം സ്വർഗത്തിൽ സഞ്ചരിക്കുന്നത് ഈ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിലായിരിക്കുമെന്നാണ്. അല്ലാഹു തആല ആ വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഈ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ മക്കയിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി നബിതങ്ങൾ പോവുകയാണ്. നബിതങ്ങളുമായി ജിബ്രീൽ പോവുകയാണ്. ഈ യാത്രക്കാണ് എന്ത് പറയുക? ഇസ്റാ എന്ന് പറയുക. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഇസ്റാ എന്ന പേരിൽ തന്നെ ഒരു അധ്യായമുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന് തുടങ്ങുന്ന ഒരു സൂറത്ത് ഭയങ്കര എന്താ പറയുക, അത്ഭുതം നിറഞ്ഞ യാത്രയായിരുന്നു എന്നാണ്. അത്ഭുതം നിറഞ്ഞ യാത്രയായിരുന്നു. അപ്പോൾ ഈ യാത്രക്കാണ് മക്ക ടു ബൈത്തുൽ മുഖദ്ദസ്, ഇതിനാണ് എന്ത് പറയുക? ഇസ്റാ എന്ന് പറയുക. എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു. അവിടെ ചെന്നിട്ടോ അവിടെ ഏകദേശം 25ഓളം പ്രവാചകന്മാരുണ്ടായിരുന്നുവെന്നാണ്. ആ 25ഓളം പ്രവാചകന്മാർക്ക് ഇമാമായിട്ട് മുത്ത് റസൂല് നമസ്കാരം അവിടെ നിർവഹിച്ചു. നമസ്കാരം നിർവഹിച്ചതിന് ശേഷം അള്ളാന്റെ റസൂലുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും പോവുകയാണ് അടുത്ത സെക്ഷനിലേക്ക്. അള്ളാനെ കാണാൻ പോവുകയാണ്. 7 ആകാശങ്ങളും കടന്ന് അർശും കുർസും ലൗഹും കലമുമെല്ലാം കടന്ന് അള്ളാനെ കാണാൻ പോവുകയാണ്. അത് എവിടെയാണ്? അത് അള്ളാഹു ഉദ്ദേശിച്ച ഏത് സ്ഥലമാണോ അവിടെ അള്ളാനെ കാണാൻ പോകുന്നു. അപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയ ആ യാത്ര, അതിനാണ് എന്ത് പറയുക? മിഅ്റാജ് എന്ന് പറയുക. അപ്പോൾ ഈ ഇസ്റാ, മിഅ്റാജ്, പിന്നെ തിരിച്ച് മിഅ്റാജ് അള്ളാനെ കണ്ട ശേഷം വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വന്നു. ഈ യാത്രകൾ മുഴുവനും നടന്നത് റജബ് 27 ആ രാവിലാണ്. അതായത് നാളെ മഗ്രിബ് മുതൽ സുബഹി വരെയുള്ള ആ സമയം, ആ ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഈ മുഴുവൻ ദൂരങ്ങളും അള്ളാഹുവിൻ്റെ റസൂല് സഞ്ചരിച്ച് തിരിച്ച് മക്കയിലേക്ക് വന്നത്. ഈ അത്ഭുതപ്പെടുത്തുന്ന സംഭവം നടന്നു. ആ ഇസ്റാ മിഅ്റാജ് അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. പല ആളുകളും അതൊന്നും നടന്നിട്ടില്ല, അതൊക്കെ വെറുതെ പൊട്ടത്തരമാണ്, നബിതങ്ങൾ സ്വപ്നം കണ്ടതാണ്, അങ്ങനെ പല ആളുകളും പറയാറുണ്ട്. അല്ല, നബിതങ്ങൾ തന്നെ പറയുന്നു, റഅയ്തു ബിഐനയ്യ, എൻ്റെ 2 കണ്ണുകൾ കൊണ്ട് പടച്ചോനെ ഞാൻ കണ്ടു എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് സ്വർഗം കണ്ടു, നരകം കണ്ടു, സിറാത്ത് കണ്ടു, മീസാൻ കണ്ടു, അർശ് കണ്ടു, കുർസ് കണ്ടു, ലൗഹ് കണ്ടു, കലമ് കണ്ടു, മലക്കുകളെ കണ്ടു. എല്ലാം കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിനെ കണ്ടിട്ട് തിരിച്ചു വരികയാണ്. ആ സമയത്ത് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് ഒരു 50 വഖത്ത് നിസ്കാരം കൊടുക്കുന്നു. 50 വഖത്ത് നിസ്കാരം കൊടുത്തു. ആ 50 വഖത്ത് നിസ്കാരവുമായിട്ട് നബി തങ്ങൾ ഇങ്ങനെ വരുമ്പോൾ മൂസാ നബിയെ കണ്ടു. ചോദിച്ചു, എന്താ അള്ളാഹ് തന്നത് സമ്മാനം? 50 വഖത്ത് നിസ്കാരമാണ് നബിയേ. ഈ 50 വഖത്ത് നിസ്കാരമൊന്നും നിങ്ങളുടെ ഉമ്മത്തീങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ, അതുകൊണ്ട് അള്ളാഹിൻ്റെ അടുക്കൽ പോയിട്ടൊന്ന് കുറച്ച് തരാൻ പറയുക. അള്ളാഹിൻ്റെ റസൂല് പോയി അത് കുറച്ചു. ഏകദേശം 25 ആക്കി. പല പല എണ്ണങ്ങൾ പറയുന്നുണ്ട്. 15 ആക്കി, 10 ആക്കി, അങ്ങനെ പല പല എണ്ണം പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും കുറച്ചു. വീണ്ടും വന്നു. മൂസാ നബി ചോദിച്ചു, എത്രയാക്കി? കുറച്ച് തന്നിട്ടുണ്ട്, പോരാ, ഇനിയും കുറക്കണം, കാരണം നിങ്ങളുടെ ഉമ്മത്തിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അള്ളാഹുവിൽ നിന്നും കുറച്ച് 5 വഖത്താക്കി. നമ്മുടെ നിസ്കാരം 5 വഖത്ത് നിസ്കാരമാക്കി. വീണ്ടും വന്നു. മൂസാ നബി ചോദിച്ചു, എത്ര വഖത്തുണ്ട്? 5 വഖത്തുണ്ട്. ഇതും പറ്റൂല കേട്ടോ, നിങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് പ്രയാസമാകും. ആ സമയത്ത് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, മൂസ നബിയെ, ഇനി എനിക്ക് അള്ളാഹിൻ്റെ അടുക്കൽ പോവാൻ നാണമാണ്, അതുകൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്, എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് പറ്റും ഇൻഷാ അള്ളാഹ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ട് പോരുകയാണ്. ആ 5 വഖത്ത് നിസ്കാരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിസ്കാരത്തിൻ്റെ വാർഷികം കൂടിയാണ് എന്ത്? ഈ റജബ് മാസം, പ്രത്യേകിച്ച് റജബ് 27 ആ രാവ്. അതുകൊണ്ട് നിസ്കാരമെല്ലാം ഇൻഷാ അള്ളാഹ് ഇനി മുതൽ കൃത്യമായിരിക്കണം. പിന്നെയോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്ത് അള്ളാഹിൻ്റെ ഹബീബിനോട് പറഞ്ഞു, നബിയെ, ഞാൻ നിങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? താങ്കൾ ഇത് പോയി താങ്കളുടെ ഉമ്മത്തിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. പറയൂ, എന്താണ്? മുർ ഉമ്മത്തക ബിഗിറാസിൽ ജന്ന, നബിയെ, സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ താങ്കളുടെ ഉമ്മത്തിങ്ങളോട് പറയണം. സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ, വിളവെടുക്കാൻ
നിങ്ങൾ ഉമ്മത്തീങ്ങളോട് പറയണം, നിങ്ങളുടെ സമുദായത്തോട് പറയണം. ആ സമയത്ത് അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, അതെങ്ങനെയാണ്? ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിക്ർ പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, റജബ് 27 രാവിലും പകലിലും ഇനിയുള്ള സമയങ്ങൾ ഇന്നു മുതൽ നമ്മൾ തുടങ്ങണം. എന്ത്? മൂസാ നബി അള്ളാഹിൻ്റെ റസൂലിന് പറഞ്ഞു കൊടുത്ത ഒരു ദിക്ർ. ഏതാണ്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ഒരു ദിക്റാണ്. ഈ ഒരു ദിക്ർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് താങ്കളുടെ ഉമ്മത്തീങ്ങൾ എത്രമാത്രം പറയുന്നോ അതിനനുസരിച്ച് വലിയ ഫലപുഷ്ടമായ കൃഷിയിടങ്ങൾ താങ്കളുടെ ഉമ്മത്തീങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ അള്ളാഹു കൊടുക്കുമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. ഏതാണ് ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്ർ നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്ര പോയപ്പോൾ നരകത്തെ കണ്ടു. നരകത്തെ കണ്ടിട്ട് അള്ളാഹിന്റെ റസൂൽ ഒരുപാട് കരഞ്ഞു. കാരണം ആ നരകത്തിൽ നബി തങ്ങൾ കൂടുതലും കണ്ടത് സ്ത്രീകളെയാണ്, ഉമ്മമാരെയാണ്, സഹോദരിമാരെയാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ ഉമ്മമാരെ, സഹോദരിമാരെ, ഞങ്ങളെ എല്ലാവരെയും കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും നീ കാക്കണേ അല്ലാ. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. അപ്പോൾ നരകത്തിൽ നിന്നും രക്ഷ നമ്മൾ ചോദിക്കേണ്ട ഒരു സന്ദർഭമാണ് റജബ് 27 രാവും പകലും ഇനിയുള്ള സമയങ്ങളും ദിവസങ്ങളും. എങ്ങനെയാ നരകത്തിൽ നിന്നും മോചനം ചോദിക്കുക? 2 ദുആ, രണ്ടും പറഞ്ഞു തരാം. ഒന്നാമത്തേത് അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഈ ദുആ ഇങ്ങനെ വർദ്ധിപ്പിക്കണം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുവേ കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. രണ്ടാമത്തെ ദുആ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. അല്ലാഹുവേ നരകമോചനം നീ എനിക്ക് നൽകണേ റബ്ബേ. 2 ദുആയിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഈ ദുആ ഇങ്ങനെ മാറി മാറി നമ്മൾ ചെയ്യേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. പിന്നെയോ മുത്തു റസൂൽ സ്വർഗത്തെ കണ്ടു. സ്വർഗത്തിൽ ഒരുപാട് സുഖരസങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് കണ്ടു. എന്നിട്ട് അള്ളാഹിൻ്റെ ഹബീബ് ദുആ ചെയ്യുന്ന, റബ്ബേ എൻ്റെ ഉമ്മത്തീങ്ങളെ എല്ലാവരെയും ഈ സ്വർഗത്തിലേക്ക് നീ പ്രവേശിപ്പിക്കണേ അല്ലാ. നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യണം. മാത്രമല്ല നല്ലതുപോലെ ദുആ ചെയ്യണം. എങ്ങനെയാ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു മുസൽമാൻ, ഒരു മുഅ്മിൻ ചെയ്യേണ്ട ദുആ എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. ആ ദുആ ഇങ്ങനെ വർദ്ധിപ്പിക്കണം, ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കണം. ഒരു ഹദീസിൽ കാണാം, ഒരു ദിവസം 3 പ്രാവശ്യം ഒരു മനുഷ്യൻ സ്വർഗത്തെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗം അള്ളാഹിനോട് പറയും, റബ്ബേ ഇന്നാലിന്ന മനുഷ്യൻ അവൻ എന്നെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് അവനെ നീ എന്നിലേക്ക് കടത്തണേ എന്ന് സ്വർഗം പറയുമെന്നാണ്. അതുകൊണ്ട് ചോദിച്ചോളി, പറഞ്ഞോളി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ സുഖലോല സ്വർഗം അത് ഞങ്ങൾ ചോദിക്കുകയാണ്, ആ സ്വർഗം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. മാത്രമല്ല ഒരുപാട് ഇസ്തിഗ്ഫാർ പറയണം. ദിക്റുകൾ, എന്തെല്ലാം ദിക്റുകൾ അറിയാമോ ആ ദിക്റുകൾ ഇനി പറയണം. ഒരുപാട് സ്വലാത്തുകൾ പറയണം, ഒരുപാട് ദുആകൾ വർദ്ധിപ്പിക്കണം. അറിയാവുന്ന ദുആ മലയാളത്തിലോ അറബിയിലോ ഒക്കെ അറിയാവുന്ന ദുആ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെയോ റജബ് 27 പകൽ നമ്മൾ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാനായ ഇമാം ഗസാലി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന അദ്ദേഹത്തിൻ്റെ സുപ്രധാനപ്പെട്ട ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം ബാജൂരി തങ്ങൾ അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാന ഗ്രന്ഥമാകുന്ന ഇആനത്തു ത്വാലിബീൻ അതിലും നമുക്ക് കാണുവാൻ സാധിക്കും. മൻ സ്വാമ യൗമ 27 മിൻ റജബ് കുതിബ ലഹു സിയാമ 60 ശഹ്റ. ഒരു മനുഷ്യൻ റജബ് 27 പകലിൽ നോമ്പ് പിടിക്കുകയാണെങ്കിൽ 60 മാസം തുടർച്ചയായി നോമ്പ് പിടിച്ച പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പോൾ നോമ്പിൻ്റെ കാര്യം മറന്നു പോവണ്ട. ഇപ്പോൾ ഈ വ്യാഴാഴ്ചയാണ് നമുക്ക് നോമ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വർഷം അൽഹംദുലില്ലാ വലിയ ശ്രേഷ്ഠത കൂടി ഉണ്ട്. അതായത് വ്യാഴാഴ്ച നോമ്പിൻ്റെ നിയ്യത്ത് നമുക്ക് വെക്കാം. വ്യാഴാഴ്ചയിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു, ഇതൊരു നിയ്യത്ത്. രണ്ടാമത് റജബ് മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. മൂന്നാമത്തെ നിയ്യത്ത് റജബ് 27 മിഅ്റാജിൻ്റെ നോമ്പ് ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു. നാലാമത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നോമ്പൊക്കെ ഖളായി പോയിട്ടുണ്ടാകുമല്ലോ, അപ്പോൾ ഖളാ ആയിപ്പോയ ഒരു നോമ്പ് ഇതിൻ്റെ കൂടെ ഞാൻ പിടിച്ചു വരുന്നു. ഇങ്ങനെ 4 നിയ്യത്ത് നമുക്കിതിൽ വെക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യം മറന്നു പോകണ്ട, വ്യാഴാഴ്ച ആയതുകൊണ്ടാണ്. അതുകൊണ്ട് റജബ് 27 ആ ഒരു ദിവസത്തിൽ അന്നത്തെ രാവ് അന്നത്തെ പകൽ ഇന്നത്തോടുകൂടി നമ്മൾ ചെയ്യേണ്ട, പറയേണ്ട, നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ആദ്യം എനിക്കും പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ചെയ്യാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങൾക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക, ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഇതൊരു ജാരിയായ സ്വതക്കയായി സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ റജബ് മാസം, ഇനി വരാനിരിക്കുന്ന ശഅബാൻ, അത് കഴിഞ്ഞുള്ള റമളാൻ എല്ലാം അല്ലാഹു തആല നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, പടച്ചവനെ അല്ലാഹുവേ, ആരെല്ലാം ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹുവേ, ആരെല്ലാം ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ അവരുടെയും ഞങ്ങളുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും നീ മാറ്റണേ വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ റബ്ബേ. മക്കളില്ലാത്തവരുണ്ട്, നല്ല മക്കളെ കൊടുക്കണേ ഉള്ള മക്കൾ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ഖൈറായ ജോലി നീ കൊടുക്കണേ റഹ്മാനെ. വിദേശത്തുള്ളവർക്ക് എല്ലാവിധ ഖൈറും സലാമത്തും കൊടുക്കണേ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. SSLC പരീക്ഷകൾക്ക് അടുത്തു വരികയാണ്, മറ്റു പരീക്ഷകൾ വരികയാണ്. ഞങ്ങളുടെ മക്കൾക്ക് ഉയർന്ന ഉന്നതമായ വിജയം നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ നന്നാക്കണേ അല്ലാഹുവേ, പടച്ചവനെ, എന്തെല്ലാം മുറാദുകളുണ്ടോ അത് നീ ഹാസിലാക്കണേ എന്തെല്ലാം ഷർറുകളുണ്ടോ എല്ലാം നീ തട്ടിമാറ്റണേ റഹ്മാനെ. റജബും ശഅബാനും റമളാനും അനുകൂലമായ സാക്ഷിയാക്കണേ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.